ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകില്ലെന്ന് NSSന് ഉറപ്പ് നൽകിയോ? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ ദേവസ്വം മന്ത്രി VN വാസവൻ. സ്ത്രീ പ്രവേശനം അനുവദിക്കുമെന്ന നിലപാട് കോടതിയിൽ തിരുത്തുമോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. അതിനും ദേവസ്വം മന്ത്രി വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണ്? കേൾക്കാം. അതായത് കഴിഞ്ഞ മണ്ഡലകാലങ്ങളുടെ പോലെ തന്നെ ഇനി ഒരു ആചാര ലംഘനം ഉറപ്പാക്കാത്ത മണ്ഡലകാലം വരും എന്ന് തന്നെയാണ് സർക്കാർ NSSന് കൊടുക്കുന്ന ഒരു ഉറപ്പ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും മറ്റു രൂപത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉള്ളടക്കം. ഞാനത് പറയേണ്ട മറുപടി കൃത്യമായി സുകുമാരൻ നായർ പറഞ്ഞതാണ് മിസ്റ്റർ. ഇല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞത്. അദ്ദേഹവുമായി സംസാരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടം വളരെ ഭംഗിയായി വിജയകരമായി ഞങ്ങൾ ആ തീർത്ഥാടനം പൂർത്തീകരിച്ചു. അവരെല്ലാം നോക്കിക്കണ്ടു, അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു, അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വർഷവും അതുപോലെ തന്നെ. TV പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. എന്താണ് ആ ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ആ ഉറപ്പിനെ കുറിച്ച് പറയാൻ മന്ത്രിക്ക് ഒരു ഉറപ്പില്ലല്ലോ, എന്ത് പറ്റി? ഗുഡ് ഈവനിങ് സുജയ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ശബരിമലയിൽ ഇനി ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന കാര്യം VN വാസവൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ദേശീയ ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലും G സുകുമാരൻ നായർ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയോട് പറഞ്ഞതിന് ശേഷമാണ് VN വാസവൻ ഇക്കാര്യം തന്നോട് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് G സുകുമാരൻ നായർ ഉറപ്പിച്ച് പറയുന്നത്. ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പുവരുത്തിയിരുന്നു. അതുമാത്രമായിരിക്കില്ല സുജയ, ഉറപ്പായും LDFനെ ഇങ്ങനെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം, ഒരു LDFനെ പിന്തുണയ്ക്കുക കൂടി മാത്രമല്ലല്ലോ ചെയ്ത്. ഇത്രയും കാലം കൂടെ നിന്ന കോൺഗ്രസ് അതുപോലെ തന്നെ BJP എല്ലാവർക്കും രൂക്ഷമായ വിമർശനവും നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് ശബരിമലയിൽ നിയമനിർമ്മാണം നടത്തും എന്ന് പറഞ്ഞ വാക്ക് പോലും BJP പാലിച്ചില്ല. BJP നിഷ്ക്രിയത്വം പാലിച്ചു എന്ന വാക്കാണ് G സുകുമാരൻ നായർ ഉപയോഗിച്ചത്. പക്ഷേ ഇന്നലെ S സുരേഷ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അങ്ങനെ നിയമനിർമ്മാണം നടത്തുമെന്നൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ S സുരേഷ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് BJPയിലും ഒരു അഭിപ്രായ വ്യത്യാസം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തോടു കൂടി കോൺഗ്രസിനും BJPക്കുമാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്ര കാലം കൂടെ നിന്ന് പിണറായി സർക്കാരിന്റെ ആദ്യ 5 വർഷം പിന്നീടുള്ള 4.5 വർഷം പൂർത്തീകരിക്കുമ്പോൾ അവസാനത്തെ 6 മാസത്തേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു യോജിപ്പുണ്ടാകുന്നത്. CPMഉം അതുപോലെ NSSും തമ്മിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, അങ്കലാപ്പ് ഏറെ ഉണ്ടായത് കോൺഗ്രസിനും BJPക്കും തന്നെയാണ് സുജയ.